നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 സേ എക്സാം ഇംഗ്ലീഷ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോയം കമ്പാരിസൺ എന്ന ഒരു ടോപ്പിക്കാണ്. പോയം കമ്പാരിസൺ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഇതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പോയം കമ്പാരിസൺ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോയം കമ്പാരിസണുമായി ബന്ധപ്പെട്ട ഒരു മാതൃകയാണ്, മോഡലാണ്. ഏത് പോയം കമ്പാരിസൺ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ മാതൃക മാത്രം പഠിച്ച് പോയാൽ മതി. ഇത് മാത്രമാണ് എഴുതേണ്ടത്. ഇതിൽ നമ്മൾ തന്നിരിക്കുന്ന പോയവും പോയത്തിൻ്റെ പേരും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഏത് പോയവുമായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ പേരും മാത്രം നമ്മളിവിടെ ഉൾപ്പെടുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നമ്മളൊരു 4 പാരഗ്രാഫായിട്ടാണ് ഇതിനെ വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ ഇത് കാണാതെ എഴുതി പഠിക്കുകയാണ് വേണ്ടത്. ഇത് എന്തായാലും വരുന്ന ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇതിന് ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫേമസ് പോയം ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഹിയർ ദ പോയറ്റ് മേക്സ് എ സിമ്പിൾ അറ്റംപ്റ്റ് ടു കൺവേ ആൻ ഇമ്പോർട്ടൻ്റ് മെസ്സേജ്. ഓൾമോസ്റ്റ് ഓൾ ലൈൻസ് ഇൻ ദ പോയം ക്യാരി പവർഫുൾ മീനിങ് ആൻഡ് ഐഡിയാസ്. ഇറ്റ് ടോക്സ് എബൌട്ട് എന്ന് കഴിഞ്ഞിട്ട് അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന കവിതയുടെ മെസ്സേജ് ഇവിടെ എഴുതുക എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു കവിത തരും, ഒരു കവിതയുടെ ഒരു മെസ്സേജ് ഉണ്ടാവും, കവിതയുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു മെസ്സേജ് ഉണ്ടാവും, ഒരു ചോദ്യം ഉണ്ടാവും. അതിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏത് കവിതയുമായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യേണ്ടത് എന്നവിടെ വ്യക്തമായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇറ്റ് ടോക്സ് എബൌട്ട് കഴിഞ്ഞതിന് ശേഷം ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന കവിത ഏതാണോ അതിൻ്റെ മെസ്സേജ് ഇവിടെ എഴുതി ചേർക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു പാരഗ്രാഫായിട്ട് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന കവിതയുടെ ആശയം, അതിൽ നമുക്ക് ആ തന്നിരിക്കുന്ന കവിതയെ പറ്റിയിട്ട് അത് അതേപോലെ ഇങ്ങോട്ട് പകർത്തിയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. ആശയം ഇപ്പോൾ നമുക്ക് കാണാപ്പാഠം പഠിക്കാനും പറ്റില്ല. ചോദ്യപേപ്പറിൽ നമുക്ക് തരും ആ തന്നിരിക്കുന്നത്, ആ കവിത എന്താണ്, ആരെഴുതിയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തരും. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഈ മലയാളത്തിൽ എഴുതിയ ഭാഗത്ത് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന കവിതയുടെ ആശയം ചുരുക്കി വിവരിക്കുക എന്നുള്ള ഒരു പാരഗ്രാഫായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പോയം കമ്പാരിസൺ കാണും, മറക്കണ്ട. പോയം കമ്പാരിസൺ എന്ന ഹെഡിങ് തന്നെ കൊടുക്കുക. എന്നിട്ട് എഴുതി വരേണ്ടത് ഈ രൂപത്തിലാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫേമസ് പോയം ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഹിയർ ദ പോയറ്റ് മേക്സ് എ സിമ്പിൾ അറ്റംപ്റ്റ് ടു കൺവേ ആൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ഓൾമോസ്റ്റ് ഓൾ ലൈൻസ് ഇൻ ദ പോയം ക്യാരി പവർഫുൾ മീനിങ് ആൻഡ് ഐഡിയാസ്. ഇറ്റ് ടോക്സ് എബൌട്ട് ശേഷം നമ്മളവിടെ ചേർക്കേണ്ട ഇറ്റ് ടോക്സ് എബൌട്ട്, തുടർന്ന് നമ്മൾ എഴുതേണ്ടത് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന കവിതയുടെ മെസ്സേജ് എന്താണോ അത് എഴുതാനാണ്. അടുത്ത പാരഗ്രാഫിലായിട്ട് അതിൻ്റെ മെസ്സേജ് ഒന്ന് ചുരുക്കി വരിക്കുക. അതായത് ഒറ്റ പാരഗ്രാഫ് തന്നെയാണ്, അതിൻ്റെ കൂടെ അവിടെ എഴുതിയാൽ മതി. നെക്സ്റ്റ് പാരഗ്രാഫിൽ ദ യൂസേജ് ഓഫ് മെറ്റാഫറിക് ലാംഗ്വേജ്, imaginary sophisticated literature contributes to the effect of the poem. അടുത്തൊരു സെൻറ്റൻസ് ആയിട്ടാണ് അടുത്ത പാരഗ്രാഫിൽ എഴുതേണ്ടത്. ദ യൂസേജ് ഓഫ് മെറ്റാഫറിക് ലാംഗ്വേജ്, ഇമാജിനറി സോഫിസ്റ്റിക്കേറ്റഡ് ലിറ്ററേച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ എഫക്റ്റ് ഓഫ് ദ പോയം. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് പ്ലെൻറ്റി ഓഫ് വേർഡ്സ് പിക്ചേഴ്സ് ഇൻ ദ പോയം. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് പ്ലെൻറ്റി ഓഫ് വേർഡ്സ് പിക്ചേഴ്സ് in the poem. The poet also used rhyming words. The poet also used rhyming words. He has used alliteration effectively. He has used alliteration effectively. The use of assonance add to the beauty of the poem. The use of assonance adds to the beauty of the poem. The poem is packed with various figures of speeches. The poem is packed with various figures of speech. All these devices makes the poem highly pleasing to the ears. Pleasing to the ears. The poem is packed with various figures of speech. All these devices makes the poem highly pleasing to the ears. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പോയത്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മളവിടെ ജസ്റ്റ് വിവരിച്ചത്. ആ പോയം നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, ഇമാജിനറി ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് ലിറ്ററേച്ചർ കോൺട്രിബ്യൂട്ട്സ് എഫക്റ്റ് ഓഫ് ദ പോയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ല റൈമിങ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പോയത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ വിവരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ.
ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് വെരി സിമ്പിൾ. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ടെൽസ് അസ് ദാറ്റ് കഴിഞ്ഞിട്ട് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന കവിത നമ്മോട് എന്താണ് പറയുന്നത് എന്നാണ് അവിടെ അതിൻ്റെ കൂടെ എഴുതേണ്ടത്. അത് മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അടുത്ത സെൻറ്റൻസ് കൊടുക്കേണ്ടത് ഐ വാസ് മൂവ്ഡ് ബൈ ദ ക്യാച്ചി ലൈൻസ് when we closely study this poem we can find certain similarities with the poem. ഉണ്ടോ? അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണ്. when we closely study the poem we can find certain similarities with the poem. എന്നിട്ട് ആ പോയം ഏതാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പോയവുമായിട്ടാണോ നമുക്ക് കമ്പയർ ചെയ്യാൻ തന്നിട്ടുള്ളത് ആ പോയത്തിൻ്റെ പേര് അവിടെ എഴുതുക. അത് വിത്ത് ദ പോയം കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏത് പോയവുമായിട്ടാണോ കമ്പയർ ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ചോദ്യത്തിലുണ്ടാവും ഏത് പോയവുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൻ്റെ പേര് അവിടെ എഴുതി ചേർക്കുക. എവിടെയാണ് എഴുതി ചേർക്കേണ്ടത്? വെൻ വി ക്ലോസ്ലി സ്റ്റഡി ദിസ് പോയം വി ക്യാൻ ഫൈൻഡ് സർട്ടൻ സിമിലാരിറ്റീസ് വിത്ത് ദ പോയം കഴിഞ്ഞിട്ട് അവിടെ എഴുതി ചേർക്കുക ആ പോയത്തിൻ്റെ പേര്. ഓക്കെ, വി ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, എന്നിട്ട് അടുത്ത ആ പോയത്തിൻ്റെ പേര് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ എഴുതുക വി ഹാവ് സ്റ്റഡീഡ്. ത്രൂ ഹിസ് റിച്ചസ് lines both the poet established the theme effectively. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു അടുത്ത സെൻറ്റൻസ് ആയിട്ട് ത്രൂ ഹിസ് റിച്ചസ്റ്റ് ലൈൻസ് ബോത്ത് ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ തീം എഫക്റ്റീവ്ലി. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ മൂന്നാമത്തെ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുന്നു. The same idea is communicated through the poem that we have studied. The same idea is communicated through the poem that we have studied. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കവിതയുടെ ഏത് കവിതയുമായിട്ടാണോ കമ്പയർ ചെയ്യാൻ തന്നിട്ടുള്ളത് ആ കവിതയുടെ ഒരു ആശയം, ആ കവിത എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതുകയാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഏതാണോ കവിത ആ കവിതേനായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ കവിതയുടെ ആശയം ജസ്റ്റ് അതിൻ്റെ സമ്മറി ഒന്ന് അവിടെ എഴുതി വയ്ക്കുക. ബോത്ത് ദ പോയം ആർ റിട്ടൺ ഇൻ സിമ്പിൾ ആൻഡ് lucid style. Both the poems are written in simple and lucid style. Using short and simple words, the poet have expressed their ideas clearly and effectively. Using short and simple words, the poet have expressed their ideas clearly and effectively. Thus, as a all the poem അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന പോയത്തിൻ്റെ പേരെഴുതാനാണ്. ദസ് ആസ് എ ഓൾ ദ പോയം, ആ പോയം ഏതാണ്, ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന പോയം ഏതാണോ അതിന് പേരവിടെ എഴുതിയിട്ട് ഈസ് സിമിലർ ടു ദ പോയം കണക്ട് ചെയ്ത് പോകണം. ഈസ് സിമിലർ ടു ദ പോയം എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഏത് പോയവുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പേരെഴുതുക. ഓക്കെ, എങ്ങനെയാണ്? ദസ് ആസ് എ ഓൾ ദ പോയം അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന പോയത്തിൻ്റെ പേരെഴുതുക. എന്നിട്ട് കൂടെ തന്നെ എഴുതുക ഈസ് സിമിലർ ടു ദ പോയം. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ ഏത് പോയവുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ പോയത്തിൻ്റെ പേരെഴുതുക. എന്നിട്ട് കൂടെ തന്നെ എഴുതുക ബോത്ത് ഇൻ തീം ആൻഡ് ഫോം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആവും. ഇത്രയും മാത്രം എഴുതിയാൽ മതി നിങ്ങൾ എന്ത് കിട്ടാൻ, ഒരു പോയം കമ്പാരിസൺ റെഡിയാക്കാൻ. ഓക്കെ, അപ്പോൾ 4 പാരഗ്രാഫാണ്, വളരെ ചെറിയ കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ, എന്തായാലും ഒരു പോയം കമ്പാരിസൺ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് ഇതിലൂടെ നേടാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും കാണുകയും ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. ഇംഗ്ലീഷാണ്, എഴുതി പഠിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്താ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ വീഡിയോസും നേരിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.